ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് വെയിൽസത്തെ സെക്കൻഡ് ഡേ ആണ് ഞങ്ങളുടെ മനീഷയുടെ ബർത്ത്ഡേ. ഇന്നലെ ഞങ്ങളിവിടെ തകർത്ത് ആഘോഷിച്ചതേ കണ്ട ബിരിയാണി ചെമ്പൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മളിന്ന് രാവിലെ കറങ്ങാൻ ഇറങ്ങണം. രാവിലെ അല്ല, ഉച്ചയായി. രാവിലെ എണീക്കണം വിചാരിച്ചു, പക്ഷെ ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നിപ്പോ എണീക്കാൻ ലേറ്റ് ആയി. അപ്പൊ അതെ, നമ്മളൊരു 3 മണി ആവാൻ നേരത്ത് കറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് ബീച്ച് ഇവിടെ ഒത്തിരി കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കറങ്ങാൻ പോവാൻ നിൽക്കാണ്. അപ്പൊ എല്ലാരും റെഡി ആയി വരാനൊക്കെ ലേറ്റ് ആയി. അപ്പൊ അതേ നമ്മള് ഇറങ്ങാണ്. എല്ലാരും ഇവിടെ ഉണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുപേരൊക്കെ റെഡി ആയിട്ടിരിക്കണോ. അപ്പൊ നമുക്ക് കാണാം. ബൈ ഗായ്സ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ റെഡി ആയി നിൽക്കുന്നുണ്ട്. ചന്തമോള് റെഡി ആയിട്ടുണ്ട്, ജസീലുണ്ട്. ഇത് പിന്നെ നമ്മുടെ പുതിയൊരു ബ്രോ ആണ്, ഫ്രണ്ടാണ്, ഇമ്മാനുവല്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ പരിചയതാണ്. പിന്നെ അതേ ഞങ്ങളുടെ കുരുട്ടടക്ക ഡാനി ഉണ്ട് ഇവിടെ. ഇതേ മനീഷ. പിന്നെ പറഞ്ഞു വെച്ചായിരുന്നു ഇന്ന് വരാം, അപ്പൊ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അത് ഒരു വട്ടം വന്നിട്ട് പോയതാണ്. പിന്നെ സ്റ്റിൽ സിംഗിൾ. അപ്പൊ നല്ല ആലോചനകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇത് ഇവൾക്കും പൈസ. അപ്പൊ ഞങ്ങളിത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ബീച്ചിൽ പോവാ. കാർഡിഫ് ബേ ഒരു ബീച്ച് പോവാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ഇറങ്ങുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇവരെ തൊട്ടടുത്ത് തന്നെ ട്രെയിനുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് പോകും. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എങ്ങനെ പോണതും. ഹായ് ഗായ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതേ ഇപ്പം ട്രെയിൻ ഇറങ്ങി. ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്നിട്ട് കുറേ നേരം ട്രെയിനകത്തിരുന്ന് സ്റ്റോപ്പ് അറിയാന്നിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതേ ബീച്ചിലോട്ട്, ഇവിടുത്തെ കാർഡിഫ് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ്. UK-ൽ ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോഴേക്കും എല്ലാ ഇങ്ങനെ ടൗണുകൾ, ഇപ്പോൾ അവിടെ ആണെങ്കിൽ മാഞ്ചസ്റ്റർ, ലിവർപൂൾ, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിന്റർ വണ്ടർലാൻഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ റൈഡും കാര്യങ്ങളും, ഏകദേശം ഒരേ സെറ്റപ്പ് റൈഡുകളൊക്കെ തന്നെയായിരിക്കും. എന്നാലും നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയാ പൂരങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പൂരത്തിനും നമ്മളുടെ പള്ളി പെരുന്നാളിനൊക്കെ ഇതിലും അടിപൊളിയായിട്ട് വരും. പക്ഷെ ഇവിടുത്തെക്കാരൊക്കെ ഇതാണ് ഉള്ളൂ. അപ്പൊ നോക്കാം, കടൽ അന്വേഷിച്ച് പോവാണ് നമ്മള്. കടല് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു നമ്മൾ പോവാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു കടൽ UK ഒന്ന് കാണണം. ഇതുവരെ 2-3 സ്ഥലത്ത് ബീച്ചിൽ പോയെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു നല്ലൊരു അടിപൊളിയൊരു ബീച്ച് സെറ്റപ്പ് ഇതുവരെ എവിടെ കിട്ടിയില്ല. നോക്കാം, ഇതെങ്കിലും റെഡി ആവുമോ നോക്കാം. ബീച്ചിന്റെ ഒരു ബീച്ചല്ല, കടലിന്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. നോക്കൂ ഗൈസ്, ഇതാണ് എന്റെ കാർഡിഫിലെ ബാരി ഐലൻഡ് ബീച്ച്. ഗൈസ് അപ്പൊ അങ്ങനെ ഇതാണ് ബീച്ച്. ബീച്ചിന്റെ എൻട്രൻസിലോട്ട് നമ്മൾ എത്തിക്കൊള്ളാം. പോയി നോക്കാം. ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി നോക്കാം. ബീച്ചിക്ക് വെള്ളത്തിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ക്ലിയർ അല്ല, പക്ഷെ കാണാൻ അടിപൊളിയാണ്. ഗൈസ് ഇതേ കണ്ട, ഞങ്ങളിതേ അത്രയും ദൂരം എന്നിട്ടുള്ള ഒരു വ്യൂ ആണിത്. നമ്മള് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ടും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടും ഞങ്ങൾ ഒന്ന് ഡിലേ ചെയ്താ. നമുക്കാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം, പക്ഷെ തലയും തലയും വീഴാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ആളുണ്ട് തോന്നുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സംഭവം. പറയുമ്പോ 4:30 ആയിട്ടുള്ളൂ ഇവിടെ. അടിപൊളിയാണ്, സ്ഥലം അടിപൊളിയാണ്. പക്ഷെ നല്ല നട്ടുച്ചയ്ക്ക് വല്ലതും വരികയായിരുന്നെങ്കിൽ കുറച്ച് വെളിച്ചവും കുറച്ച് കാറ്റ് കുറവും ഉണ്ടാവുമായിരുന്നു. ഇതാണ് സൈക്കോപാത്ത് അനു. നിങ്ങള് വിചാരിക്കും ചെറുതാന്ന്. ഇത് ഞങ്ങളുടെ വല്യമ്മയാണ്. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് കാർഡിഫിൽ തന്നെ പോവാണ്. നമ്മുടെ എവിടെ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ഈ ഇതിൻ്റെ
അല്ല ഇത് ബാരി ഐലാൻഡിൽ പോയിട്ട് കുറച്ച് കടലിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ നടന്നു. ഇതാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഗൈസ് അങ്ങനെ നമ്മളിത് കാർഡിഫ് എത്തി, സെൻട്രലിലെത്തി. അപ്പോൾ മനീഷയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എല്ലാവരെയും അവള് പഞ്ചല്ല മറ്റേ സ്കാൻ ചെയ്ത് കിടത്തി വിടില്ലേ. ആനന്ദ് എങ്ങനെ ഉണ്ടായി ബീച്ച്? സൂപ്പർ കുഴപ്പമില്ല. ബീച്ച് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ നാട്ടിലത്തെ അത്ര ബീച്ചിന്റെ അത്ര കൊണ്ടില്ല. ഓക്കെ, ഡാനിയോട് ചോദിച്ചു നോക്കട്ടെ. ഡാനി, ബീച്ച് കണ്ടിട്ട് നീയല്ലേ ബീച്ച് കാണണം പറഞ്ഞു പോയത്. എന്നിട്ട് ബീച്ച് ഇഷ്ടമായോ? ഈ ബീച്ചെങ്കിലും ഇഷ്ടമായോ? ശരിക്കും ഇത്ര വലിയ സൂപ്പർ ആയിരുന്നോ? ബാക്കി ബീച്ചിനേക്കാളും ഇഷ്ടമായി. പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ആ ശരിയാ, ഡാനി ഇറങ്ങി. എന്നിട്ട് അവിടെ കഥകളി കളിക്കുന്നുണ്ടായി. അനു, എങ്ങനെയുണ്ടായി നിനക്ക്? ബീച്ച് ഇഷ്ടപ്പെട്ടായിരുന്നോ? കൊള്ളാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. സോ നമ്മളിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തിറങ്ങി വൈകുന്നേരം ഇവിടുത്തെ വിന്റർ വണ്ടർലാൻഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു, പക്ഷെ കണ്ടതിലൊരു അടിപൊളി ഒരു അടിപൊളി വിന്റർ വണ്ടർലാൻഡും ക്രിസ്മസിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. കമോ ഹായ് ഫ്രണ്ട്സ്. ഹലോ. അപ്പോൾ നമ്മുടെ കാർഡിഫ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത്. സോ സാഡ് തിരിച്ചു പോവാൻ. അപ്പോൾ മനീഷയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നൈറ്റുള്ളവരുണ്ട്, നാളെ ഡേ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പോകുന്നു തിരിച്ച്. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിന് കാർഡിഫിന്ന് മാഞ്ചസ്റ്ററിന് പിന്നെ എല്ലാവരും അതായത് അവനവൻ്റെ വീട്ടിലേക്കുള്ള ട്രാവൽ ബസ്സൊക്കെ പോകും. നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഇതാണ് ഈ മനീഷയുടെ ബർത്ത്ഡേ വ്ളോഗും കാർഡിഫ് വ്ളോഗും. കാർഡിഫിൽ ഞങ്ങൾ പിന്നെ വേറെ സമയം കിട്ടുമ്പോൾ വേറെ വരുന്നുണ്ട്, വെയിൽസ് കാണാൻ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചമർത്തിക്കോ. ഓക്കെ, ബൈ.